ഹലോ ഗെയ്സ്, ഞങ്ങൾ ഇന്നൊരു പാർക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ സീബ്ര കണ്ടോ? മറ്റേത് കണ്ട ബിംബം പോലെ നിൽക്കുന്നുണ്ട്, പക്ഷേ സീബ്ര ഉണ്ട്. ഇത് എന്താ പറയുക, ജിറാഫ്. ഇവരൊക്കെ അവിടെ നിന്ന് ഓരോന്നും കഴിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ഫുഡൊക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിതൊക്കെ ഒന്നെടുത്ത് ആദ്യമായിട്ടാണ് ഇവരൊക്കെ ഒറിജിനലായിട്ട് കാണുന്നത്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം വേറെ ഉണ്ട്, അതൊക്കെ പോട്ടെ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത് പോയത് കുറേ ചെടികളുണ്ട്. ചെടികളൊന്നും എടുത്തില്ല കേട്ടോ. മൃഗങ്ങളെയാണ് ഞാൻ കൂടുതൽ എടുത്തത്. അപ്പോൾ പിന്നെ അവരെയല്ല നമുക്ക് പെട്ടെന്ന് കാണാൻ കിട്ടാത്തത് വിചാരിച്ചിട്ട് ഓടിച്ചാട്ടി ഞാൻ അവരുടെ പിക്ചറൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൂടെ എൻ്റെ അനിയത്തിന്, ഇതിപ്പോൾ ആരാന്ന് എനിക്ക് അറിയണില്ല ഇവരാരൊക്കെയാണെന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഇവരുടെ പേരെനിക്ക് അറിയുന്നില്ല, എങ്കിലും ഞാൻ ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. നമ്മളാ ടീമാണോ എന്നൊരു സംശയം ഇല്ലാതില്ല, എന്നാലും വേണ്ടില്ല. അടുത്ത് ഞാൻ മറ്റാൾ നേരത്തെ ഓടിപ്പോകുന്നുണ്ട്. കുറേ പേര് ഇവിടെ ഒരു രണ്ട് മരം ഉണ്ട്, സർപ്പത്തിൻ്റെ ഒരു രൂപത്തിൻ്റെ പോലത്തെ മരങ്ങളാണ്. പിന്നെ അതാ നമ്മുടെ കൂട്ടുകാരൻ നല്ല തീറ്റയാണ് കേട്ടോ. ആളെന്താ കഴിക്കണമെന്ന് ആൾക്കേ അറിയുള്ളൂ. ദൂരം നിന്ന് എടുക്കുന്നത് കാരണം അത് കറക്റ്റായിട്ട് എനിക്ക് അറിയുന്നില്ല. കരിമ്പാണ് സംശയം ഇല്ലാതില്ല. ഏതായാലും അവനെ ഫോട്ടോ എടുത്ത് ഞാൻ ഓടി അടുത്തൊരു എന്താണ് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നടത്തം. ആളെന്നെയാണ് വന്നത്. അവരുടെ കൂടപ്പിറപ്പുകളാണ് തോന്നുന്നു. ഒരുപാട് ആളുകൾ വേറെ ഉണ്ട് അവിടെ കേട്ടോ. പിന്നെ ഞാൻ അടുത്തത് കാണാൻ പോയത് എന്തെന്ന് വെച്ചാൽ, ഇതെന്താ അല്ല ഒട്ടകപ്പക്ഷിയാണ് കേട്ടോ. ഇതിനെ ശരിക്കും എടുക്കാൻ കിട്ടുന്നില്ല. അത് ഈ ഗ്രില്ലിട്ടത് കാരണമേ അതിൻ്റെ പുറത്ത് നിന്നിട്ടല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അവർ ഫാമിലി അതാ 2-3 പേര്. പിന്നെ ഇത് പറയാണ്ടല്ലോ, നമ്മുടെ ചക്കരമുത്തുകളാണ് ഇവർ കേട്ടോ. ഇവരെയൊക്കെ കാണാമെന്ന് പറയുമ്പോഴേ, ആദ്യമായിട്ട് നമ്മൾ കാണുമ്പോഴേ എന്താ വെച്ചിട്ടാ മേയൽ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളെന്ന് കൈ കിട്ടിയേക്കാണ് ഇവൻ്റെ സ്വഭാവം അറിയണമെന്നുണ്ടെങ്കിൽ. അത് കഴിഞ്ഞിട്ട് കിളികളുടെ താവളത്തിലേക്കാണ് പോയത് കേട്ടോ. ഇവിടെ ഒരുപാട് പേരറിയില്ല കിളികളുടെ ഒന്നും, എങ്കിലും ഞാൻ എല്ലാവരെയും ഒന്ന് വാരിക്കൂട്ടി എടുത്തു. ഇപ്പോൾ തത്തകൾ, പലതരം തത്തകളാണ്. അത് അടികൂടുന്നു കേട്ടോ അവിടെ കേട്ടോ. എന്തിനാണെന്നറിയില്ല. ഏതായാലും ഒരാൾ മാറി നിൽക്കുന്നുണ്ട്. പിരിയുന്നില്ല. ഇവിടെ റെഡ് കളറ് തത്ത കേട്ടോ. അങ്ങനെ ഒരുപാട് കളർ തത്തകളെ ഞാൻ കണ്ടു. ഇങ്ങനെ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഇതാ വേറൊരു കറുത്തൊരു തത്ത കാക്കയല്ല കേട്ടോ, കറുത്തിട്ട് കളറുള്ള പോലൊരു പക്ഷിയാണിതും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പോയത്, അടുത്തത് ഞാൻ എന്താ ചെയ്തത്, ഞങ്ങളെല്ലാവരും പോകുന്നുള്ള ഒരു വലിയൊരു അതിനെ കച്ചവടം നടന്ന ഒരു ഫോട്ടോ എടുത്തു ഞാൻ കേട്ടോ. ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എടുത്ത് ഞാൻ അടുത്തത് ഞങ്ങളുടെ ഒരു ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ഇതിലിങ്ങനെ പോകണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബാക്കി എല്ലാവരും